ഈ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീലിൽ ഒപ്പുവെച്ചെന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തത്. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ മേൽ ചുമത്തിയിരുന്ന 25%-ലധികമുള്ള താരിഫ്സ് 18%-ആയി കുറഞ്ഞു. അതിന് പകരമായിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നത് നിർത്തിയിട്ട് അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും ക്രൂഡ് വാങ്ങും. ഈ വെനിസ്വേലയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനികൾക്ക് അത്ര ലാഭകരമാണോ? നമുക്കൊന്ന് നോക്കാം. ഈ ക്രൂഡ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഡെൻസിറ്റിയുടെയും സൾഫർ കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൂഡിനെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലൈറ്റ്, മീഡിയം, ഹെവി, എക്സ്ട്രാ ഹെവി എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. സൾഫർ കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീറ്റ്, സാവർ, വെരി സാവർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. സ്വീറ്റ് എന്നാൽ സൾഫർ കണ്ടന്റ് കുറഞ്ഞ ക്രൂഡും, വെരി സാവർ എന്നാൽ സൾഫർ കണ്ടന്റ് കൂടിയ ക്രൂഡ്. ഈ സൾഫർ കണ്ടന്റ് കൂടിയ ക്രൂഡ് സംസ്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ക്രൂഡിൻ്റെ ഡെൻസിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് API ഗ്രാവിറ്റി നമ്പർ. API എന്നാൽ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ API നമ്പർ കുറയുന്നതിനനുസരിച്ച് ക്രൂഡിൻ്റെ ഡെൻസിറ്റി കൂടി വരും. ലൈറ്റ് ക്രൂഡുകൾക്ക് API നമ്പർ 30 മുകളിലാണെങ്കിൽ എക്സ്ട്രാ ഹെവി ക്രൂഡുകൾക്ക് API നമ്പർ 8-10 ഒക്കെ ആയിരിക്കും. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വെനിസ്വേലൻ ക്രൂഡ് എക്സ്ട്രാ ഹെവി വെരി സവർ ഗണത്തിൽപ്പെട്ട ഒരു ചാത്തൻ ക്രൂഡാണ്. ഇത് സംസ്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനാകെയുള്ളൊരു ഗുണം വിലക്കുറവാണ് എന്നുള്ളത് മാത്രമാണ്. എല്ലാ റിഫൈനറീസിനും എല്ലാ ക്രൂഡ് റിഫൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. വളരെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിഫൈനിങ് പ്രോസസ്സ് എംപ്ലോയ് ചെയ്യുന്ന റിഫൈനറീസിന് മാത്രമേ വെനിസ്വേലൻ ക്രൂഡ് പോലുള്ള ക്രൂഡ് ഓയിലുകൾ റിഫൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ റിഫൈനറികളുടെ ടെക്നോളജിയും അതുപയോഗിക്കുന്ന പ്രോസസ്സുകളുടെ കോംപ്ലക്സിറ്റിയെ സൂചിപ്പിക്കുന്നതിന് കൊണ്ടൊരു നമ്പർ, അതാണ് NCI അല്ലെങ്കിൽ നെൽസൺസ് കോംപ്ലക്സിറ്റി ഇൻഡെക്സ്. ഈ NCI എത്രത്തോളം കൂടുന്നോ റിഫൈനറി അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഈ പറഞ്ഞ വെനിസ്വേലൻ ക്രൂഡ് റിഫൈൻ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 NCI വേണം. നമ്മളിവിടെയുള്ള പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ NCI ഏകദേശം 9 മുതൽ 12 വരെയാണ്. ഒരുപക്ഷേ ഇവർക്ക് ഈ വെനിസ്വേലൻ ക്രൂഡ് റിഫൈൻ ചെയ്യാൻ സാധിച്ചേക്കാം. മാർജിൻ കുറവായിട്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി കണ്ടറിയാം. അതേസമയം ജാംനഗറിലുള്ള റിലയൻസിൻ്റെ റിഫൈനറിയുടെ NCI 21.1 ആണ്. ഇത് വേൾഡിനെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് NCI ആണ്. അവർക്കിത് പുഷ്പം പോലെ റിഫൈൻ ചെയ്യും. അവരുടെ ടെക്നോളജി അത്ര നല്ലതായതുകൊണ്ട് തന്നെ അവരുടെ മാർജിനും പ്രോഫിറ്റബിലിറ്റിക്കൊന്നും ഒരു കുറവും ഉണ്ടാകില്ല. അല്ലെങ്കിലും അഡ്വാൻസ്ഡ് ടെക്നോളജി എംപ്ലോയ് ചെയ്യുന്ന റിഫൈനറീസിന് എപ്പോഴും ചാത്തൻ ക്രൂഡ് എടുക്കുന്നതാണ് ലാഭം. അതാകുമ്പോൾ വിലക്കുറവ് കിട്ടുന്നതുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി മാക്സിമം അടിക്കാം. അപ്പോൾ എന്നത്തെയും പോലെ ഈ ഡീലിലും അംബാനിജിക്ക് ലാഭം മാത്രം. ഇതൊക്കെ കൊണ്ടായിരിക്കും ഈ ഡീൽ വന്ന് അടുത്ത ദിവസം തന്നെ റിലയൻസിൻ്റെ ഷെയർ ഏകദേശം 7% റാലി ചെയ്തിട്ടുണ്ടായിരുന്നു.